പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ടാറ്റ നാനോയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വണ്ടിയുടെ ഫോഗ് ലാമ്പ് ഈ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിലുള്ള റിഫ്ലക്ഷനും ബൾബും മൊത്തം അത് പോയിട്ടുണ്ട്. അത് നമ്മൾക്കിനി റിപ്പയർ ചെയ്തൊന്നും എടുക്കാൻ പറ്റത്തുന്നില്ല. ഇത് പുതിയത് വാങ്ങിക്കണമെങ്കിൽ ഒരു പീസിന് നമ്മൾക്ക് ഏകദേശം 1200 തൊട്ട് 1500 രൂപ വരെ വിലയുണ്ട് ഇതിന്. അപ്പോൾ നമ്മൾക്ക് ഇത് മാറ്റി നമ്മൾക്ക് സാധാരണ LED ഉള്ള ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യാം. LED ഫോഗ് ലാമ്പിന് നമ്മൾക്ക് 100 രൂപ തൊട്ട് 500, 800 പല വിധത്തിലുള്ള വിലകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ 2 ഫോഗ് ലാമ്പും റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വലിയ കുഴപ്പമില്ല, എന്നാലും അതിൻ്റെ ഉള്ളിൽ കോട്ടിങ് കുറച്ച് പോയിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ വെള്ളമൊക്കെ കയറി ഒന്നിനും കൊള്ളാത്ത അവസ്ഥയായതാണ്. അപ്പോൾ ഇത് അഴിച്ചെടുക്കാനായിട്ട് ടയർ മാക്സിമം അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് 3 സ്ക്രൂകളാണ്, അത് അഴിച്ചെടുത്താൽ മതി. നമ്മൾ ഫോഗ് ലാമ്പായിട്ട് ഉപയോഗിക്കുന്നത് ഈ ബൾബാണ്. അപ്പോൾ ഇത് വെറും 100 രൂപയുടെയാണ്. രണ്ടെണ്ണം തന്നെ കൂടി 200 രൂപ. ഓഫറിലൊക്കെ ആണെങ്കിൽ 150 രൂപ തൊട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള അറിയാനുള്ളതൊക്കെ ഇത് വളരെ ചീപ്പായിട്ട് ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. വെള്ളമൊക്കെ കയറും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ എല്ലാ വശങ്ങളും സീലൻ്റ്, നിങ്ങൾക്ക് അനാബോണ്ടിൻ്റെ സീലൻ്റ് 60 രൂപയ്ക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് ഇതുണ്ടോ, ഞാനിപ്പോൾ ഗ്രേ കളറിലുള്ളതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ട്രാൻസ്പെറൻറ്റ് ഉണ്ട്, അത് കിട്ടിയില്ല. അപ്പം ഗ്രേ കളറുള്ളത് മിക്കവാറും എല്ലാ ഓട്ടോമൊബൈൽ കടകളിലൊക്കെ കിട്ടും. അത് വാങ്ങിച്ചിട്ട് എല്ലാ ഹോളും ഇവിടെ ഇതിൻ്റെ ഇത് ഹോൾഡ് ചെയ്യാനുള്ള ഇതിൻ്റെ സ്ക്രൂ ചെയ്ത് വെക്കാനുള്ള ഒരു മെറ്റൽ പീസ് ഉണ്ടായിരുന്നു, അതൊക്കെ റിമൂവ് ചെയ്ത് ഈ ഹോളൊക്കെ അടച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഗ്ലാസ് ഇരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്ലൈ ചെയ്ത് അതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 100 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ LED ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾക്ക് ബൈക്കിനുമാണെങ്കിലും ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് വാട്ടർ പ്രൂഫ് ആകത്തക്ക രീതിയിൽ ഈ രീതിയിൽ നമ്മൾ ഗമ്മൊക്കെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ലൈറ്റിൻ്റെ അതേ കണക്ടർ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഇൻസുലേഷൻ. ഇത് സ്ലീവാണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളൊക്കെ ആണെങ്കിൽ നല്ല ഇൻസുലേഷൻ ടൈപ്പൊക്കെ ഉപയോഗിച്ച് നല്ലതുപോലെ ഇൻസുലേറ്റൊക്കെ ചെയ്തിട്ട് ഈ കണക്ടർ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് പൊളാരിറ്റി വരുന്നത് പോസിറ്റീവ് റെഡും ബ്ലാക്കുമാണ്. ഇത് നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. ഈ ബ്ലാക്ക് എന്ന് പറയുന്നതാണ് പോസിറ്റീവ് സപ്ലൈ വരുന്നത്. അപ്പോൾ റെഡ് നെഗറ്റീവായിട്ടാണ് വരുന്നത്. അപ്പം ലൈറ്റ് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ രീതിയിൽ കണക്ട് ചെയ്യുക. ടാറ്റ നാനോയ്ക്ക് എല്ലാം ഇങ്ങനെയാണെന്നാണ് വിചാരിക്കുന്നത്. ഇത് കമ്പനി ഫിറ്റഡ് ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് നെഗറ്റീവായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോഴും ഞാൻ ഈ രീതിയിൽ 2 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് വാങ്ങിക്കാൻ കാരണം ഇത് കൃത്യമായിട്ട് തന്നെ ഇതിൻ്റെ ഈ ഹോളിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതിവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാനിത് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. കൃത്യമായിട്ട് ഈ ഹോളിൽ ഇരുന്നോളൂ. നമ്മൾ മറ്റുള്ള റൗണ്ട് രീതി വേറെ ഏത് വാങ്ങിച്ചാലും ഇവിടെ സെറ്റാകത്തില്ല. ഇതൊരെണ്ണം ഞാൻ ഉള്ളിൽ നിന്ന് വെച്ച് കാണിച്ചു തരാം. ഫോഗ് ലാമ്പ് കൃത്യമായിട്ട് ഇതിൻ്റെ ഈ സൈസിന് അത് കറക്റ്റായിട്ട് ഇവിടെ ഇരുന്നോളും. ഈ സ്ക്വയറായിട്ട് ഇവിടെ ലെവലായിട്ട് ഇരിക്കാൻ പാകത്തിനാണ്. പിന്നെ നിങ്ങളിത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഉറപ്പിക്കുന്നതിന് മുമ്പ് ആംഗിൾ നോക്കിയിട്ട് രാത്രി ഇത് ഓൺ ചെയ്തിട്ട് കറക്റ്റ് റോഡിൻ്റെ പൊസിഷൻ മുകളിലോട്ടുള്ളതും താഴോട്ടുള്ളതും ലെഫ്റ്റും റൈറ്റും നോക്കിയിട്ട് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സൂപ്പർ ഗ്ലൂ ആദ്യം വെച്ച് കൊടുക്കുക. അതിനുശേഷം ഉള്ളിൽ നിന്നൊക്കെ MCയിൽ കുറച്ച് കട്ടിയിലൊക്കെ വെച്ച് കൊടുത്താൽ മതി. പിന്നീട് നിങ്ങളുടെ ഐഡിയ പ്രകാരം ഈ ഹോളുകളിൽ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അലുമിനിയം പീസുകളോ വെച്ചിട്ടൊന്ന് മറച്ച് കൊടുത്താൽ മതി, കുറച്ചും കൂടി ഒരു ലുക്ക് കിട്ടണമെങ്കിൽ. ഫോഗ് ലാമ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്രകാശമുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ, രാത്രി ഇതിൻ്റെ ആംഗിൾ ഒന്ന് സെറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഞാൻ ഗം ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് വെറും 200 രൂപയും അന്നാബോണ്ടും വാങ്ങിക്കുന്നതിന് ഒരു 60 രൂപയും മൊത്തം ഒരു 300 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നോക്കുക, ഇത് 2 സെറ്റിനും കൂടി നല്ല വിലയുണ്ടാവും. അതിൻ്റെ പകരം നമ്മൾക്ക് ഈ രീതിയിലുള്ള LED വെച്ച് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.